ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ നോക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയുടെ ഒരു സാമ്പിൾ പ്രാക്ടീസ് പേപ്പറാണ് കേട്ടോ. ആനുവൽ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. മക്കൾക്ക് ഈ ചോദ്യ പേപ്പർ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. കഥ വായിച്ച് ശരിയായ ഉത്തരം ബ്രാക്കറ്റിൽ നിന്നും കണ്ടെത്തി എഴുതുക. ഒരിക്കൽ ഒരു കുറുക്കൻ തീറ്റ തേടി നടക്കവേ അബദ്ധത്തിൽ ഒരു കിണറ്റിൽ വീണു. അധികം താഴ്ചയില്ലാത്ത ഒരു കിണറായിരുന്നു അത്. എന്നിട്ടും എത്ര ശ്രമിച്ചിട്ടും അവന് കിണറ്റിൽ നിന്നും പുറത്തു കയറാൻ സാധിച്ചില്ല. കുറുക്കൻ ആകെ വിഷമത്തിലായി. ഇനി എന്ത് ചെയ്യുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഒരു ആട് ആ വഴി വന്നത്. കിണറ്റിൽ നിന്നും ശബ്ദം കേട്ട് ആട് കിണറ്റിലേക്ക് എത്തി നോക്കി. കിണറ്റിൽ കിടക്കുന്ന കുറുക്കനെ കണ്ട് അവൾ ചോദിച്ചു, "അല്ല കുറുക്കച്ച, എന്താണ് കിണറ്റിൽ പരിപാടി?" "അത് കൊള്ളാം. അപ്പോൾ നിനക്ക് വിവരമൊന്നും അറിയില്ലേ? ഈ കിണറ്റിലെ വെള്ളം നല്ല മധുരമുള്ള വളരെ വിശേഷപ്പെട്ട വെള്ളമാണ്. ഞാൻ അത് കേട്ടറിഞ്ഞ് വന്നതാണ്." "സംഗതി ശരിയാണ് കേട്ടോ. എന്ത് രസമാണ് ഈ വെള്ളത്തിന്. ഇനി അധികമൊന്നും ബാക്കിയില്ല. ഓരോരുത്തരായി വന്ന് കുടിച്ചു തീർത്തു. നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ കുടിച്ചോളൂ." കുറുക്കൻ്റെ സംസാരം കേട്ട ആട് അത് വിശ്വസിച്ചു. അത് വേഗം കിണറ്റിലേക്ക് ചാടി. തക്കം പാത്തു നിന്ന കുറുക്കൻ ഒറ്റ ചാട്ടത്തിന് ആടിൻ്റെ പുറത്ത് കയറി അടുത്ത ചാട്ടത്തിന് കിണറ്റിന് പുറത്തെത്തി. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ നിന്ന ആടിനോട് അവൻ വിളിച്ചു പറഞ്ഞു, "വളരെ നന്ദി കേട്ടോ. ഇനി നീ അവിടെ കിടന്ന് ഇഷ്ടം പോലെ വെള്ളം കുടിച്ചോ." കുറുക്കൻ വേഗം തൻ്റെ പണി നോക്കിപ്പോയി. പാവം ആട് തനിക്ക് പറ്റിയ അബദ്ധമോർത്ത് സങ്കടത്തോടെ നിന്നു. അപ്പോൾ ഇവിടെ ഒരു കഥ തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് ചോദ്യം നോക്കാം. മുകളിൽ കൊടുത്തിരിക്കുന്ന കഥയ്ക്ക് പറ്റിയ ഒരു തലക്കെട്ട് ഏത്? ആടിനെ പറ്റിച്ച കുറുക്കൻ, കുറുക്കനെ പറ്റിച്ച ആട്, ആടിൻ്റെ കുസൃതി. ഏതാ മക്കളെ ചേരുക? ആടിനെ പറ്റിച്ച കുറുക്കൻ അല്ലേ. രണ്ടാമത്തെ ചോദ്യം, കുറുക്കൻ എങ്ങനെയാണ് കിണറിന് പുറത്ത് എത്തിയത്? ഏതൊക്കെയോ ഓപ്ഷൻ ഉള്ളത്? കുതിച്ചു ചാടി, ആടിൻ്റെ പുറത്തു കയറി, അതുവഴി വന്ന ഒരു മനുഷ്യൻ്റെ സഹായത്താൽ. ഏതാണ് ഉത്തരം? ആടിൻ്റെ പുറത്ത് കയറി. ഇനി ചോദ്യം 3, കഥ നൽകുന്ന സന്ദേശം. ആരെയും വിശ്വസിക്കരുത്, ആരെയും സഹായിക്കരുത്, ചിന്തിക്കാതെ പ്രവർത്തിക്കരുത്. ഏതാണ്? ചിന്തിക്കാതെ പ്രവർത്തിക്കരുത്. നാലാമത്തെ ചോദ്യം, കിണറ്റിലെ വെള്ളത്തിന് മധുരമുണ്ട് എന്ന് പറഞ്ഞത് ആട്, വഴിപോക്കർ, കുറുക്കൻ. ആരാണ്? കുറുക്കനാണ് അല്ലേ. അഞ്ചാമത്തെ ചോദ്യം, ആട് കിണറ്റിൽ ചാടിയത് എന്തിന്? വെള്ളം കുടിക്കാൻ, കുറുക്കനെ രക്ഷിക്കാൻ, അബദ്ധത്തിൽ കാല് തെറ്റിയത് മൂലം. എങ്ങനെയാണ്? വെള്ളം കുടിക്കാനാണ് അല്ലേ ആട് കിണറ്റിലേക്ക് ചാടിയത്. അടുത്തത് പ്രവർത്തനം 2, താരതമ്യക്കുറിപ്പാണ് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്ന കവിതകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ 2 കവിതകൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ചൊല്ലി നോക്കാം. സ്നാനവും ചെയ്തു നീയാകമീപ്പോളവും പാലിച്ചേനല്ലോ ഈ പാൽവെണ്ണ ഞാൻ. ഇങ്ങനെയുള്ളെനിക്കേതുമേ താരാതെ എങ്ങു നീ പോകുന്നതെന്നമ്മേ ചൊൽ. ഓമന പൈതൽ താനിങ്ങനെ ചൊല്ലിത്തൻ കോമള ചുണ്ടു പീളർക്കുന്നേരം. ഉണ്ണിക്കൈ തന്നിലേ വച്ചു നിന്നിടിനാൾ വെണ്ണ താൻ കൊണ്ടുപോന്നമ്മയപ്പോൾ. വെണ്ണയെ കണ്ടൊരു കണ്ണന്താനന്നേരം വെണ്ണില വഞ്ചിച്ചിരിച്ചു ചൊന്നാൻ. ഇനി അടുത്ത കവിത ചൊല്ലി നോക്കാം. കന്നുമേച്ചിങ്ങനെ നിന്നു വിളങ്ങിന നന്ദതാനുജൻ താൻ അന്നൊരു നാൾ. കാനനം തന്നിലെ പോയിട്ടു വേണമേ ഭോജനമിന്നെനിക്കെന്നു നന്ദി. കാലത്തുണർന്നുടൻ ബാലകന്മാരെയും മേളത്തിൽ നിന്നു വിളിച്ചുണർത്തി. കാനനം തന്നിൽ ചെന്നാനന്ദമായി നിന്നു വേണമെന്നാണെല്ലാം എന്നു ചൊല്ലി. താനങ്ങു തന്നെ കന്നുകൾ പിന്നാലെ കാനനം നോക്കി നടന്നാൽ പിന്നെ. അപ്പോൾ ഇവിടെ 2 കവിതകൾ തന്നിട്ടുണ്ട്. രണ്ടും തമ്മിലുള്ള താരതമ്യക്കുറിപ്പ് എഴുതാനാണ്. ഒന്നാമത്തെ കവിതയിൽ അമ്മയോട് വെണ്ണ ചോദിക്കുന്ന ഒരു കണ്ണൻ്റെ കഥയാണ് അല്ലേ. കണ്ണൻ അമ്മയോട് പറയാണ്, കുളി കഴിഞ്ഞ് വരുന്നത് വരെ ഞാൻ ഈ വെണ്ണ നോക്കിയില്ലേ, അതുകൊണ്ട് ഇങ്ങനെയുള്ള എനിക്ക് കുറച്ച് വെണ്ണ തരാതെ പോവുകയാണ് അമ്മയെന്ന് ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ അമ്മ എന്താണ്, ആ ഓമന പൈതലിൻ്റെ കയ്യിൽ കുറച്ച് വെണ്ണ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഉണ്ണിക്കണ്ണൻ എന്താണ്, സന്തോഷമാകാണ് അല്ലേ. വെണ്ണ കയ്യിൽ കിട്ടുന്ന സമയത്ത് കണ്ണന്താൻ അന്നേരം വെണ്ണിലാ വഞ്ചിച്ചിരിച്ചു ചൊന്നാൻ, വെണ്ണിലാവ് പോലെ ചിരിക്കുകയാണ്.
അപ്പോൾ രണ്ടാമത്തെ കവിതയുടേത് നോക്കിയിട്ട് നിങ്ങൾ രണ്ടും തമ്മിലുള്ള താരതമ്യക്കുറിപ്പ് തയ്യാറാക്കണം കേട്ടോ. ഇനി പ്രവർത്തനം 3 ഡയറി കുറിപ്പാണ്. ഒന്നാമത്തെ ചോദ്യം, പരിസ്ഥിതി സംരക്ഷണത്തിനായി പോരാടുന്ന ഗ്രേറ്റ ട്യൂൺബെർഗ് എന്ന പെൺകുട്ടിയെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. ആ പെൺകുട്ടി എഴുതുന്ന ഡയറി കുറിപ്പുകൾ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? നിങ്ങളുടെ ഭാവനയിൽ ആ പെൺകുട്ടിയുടെ ഡയറി കുറിപ്പുകൾ എഴുതുക. ആദ്യം തന്നെ ഡയറി എഴുതുമ്പോൾ തീയതിയും ദിവസവും എഴുതണം കേട്ടോ. ഇന്നെനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. പ്രകൃതിയെ സംരക്ഷിക്കാൻ ഞാൻ ചെയ്ത ഓരോ പ്രവൃത്തിയും ഒരുപാട് പേരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുകയും ആത്മവിശ്വാസം കൂട്ടുകയും ചെയ്യുന്നു. പരിസ്ഥിതി പ്രശ്നങ്ങളും ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും ഭൂമിയെ എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഇതിനായി ഇറങ്ങിത്തിരിച്ചത്. എനിക്ക് ആദ്യം ആത്മവിശ്വാസം കുറവായിരുന്നെങ്കിലും ഇപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് എന്നെക്കൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്ന്. ലോക ശ്രദ്ധ നേടിയെടുക്കണമെന്നും അതിലൂടെ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പ്രകൃതിയെ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഞാൻ വിശ്വസിക്കുന്നു. അതിനായി എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതുപോലെയൊക്കെ എഴുതാട്ടോ. അതിൽ തന്നെ ചോദ്യം ബി, ഗ്രേറ്റ ട്യൂൺബെർഗ് കരുതിയിരുന്ന പ്ലക്കാർഡിലെ സ്വീഡിഷ് ഭാഷയിലെ വാചകത്തിൻ്റെ അർത്ഥം എന്തായിരുന്നു? കാലാവസ്ഥയ്ക്കായി സ്കൂൾ സമരം. അപ്പോൾ മക്കൾ ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു ഐഡിയ കിട്ടും കേട്ടോ, എങ്ങനെയൊക്കെയാണ് ആനുവൽ എക്സാമിന് വരിക എന്നുള്ളത്. അടുത്തത് പ്രവർത്തനം 4 പോസ്റ്റർ തയ്യാറാക്കാനാണ്. ടോമോ സ്കൂളിലെ കായികമേളയുടെ മാതൃകയിൽ നിങ്ങളുടെ സ്കൂളിൽ ഒരു കായികമേള നടക്കുന്നുവെന്ന് സങ്കല്പിക്കുക. ടോമോ സ്കൂൾ മാതൃകയിൽ നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന കായികമേളയെക്കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാം? പോസ്റ്റർ. വ്യത്യസ്തമായ കായികമേള AMLP സ്കൂളിൽ. കുട്ടികളുടെ കായിക വാസനകളെ ഉണർത്തുന്നതിനും കഴിവുകളെ മനസ്സിലാക്കി പ്രോത്സാഹിപ്പിക്കുന്നതിനും വ്യത്യസ്ത തരത്തിലുള്ള മത്സരങ്ങളുമായി നമ്മുടെ സ്കൂൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഏപ്രിൽ 2 സ്കൂൾ ഗ്രൗണ്ടിൽ നമ്മുടെ കുട്ടികൾ നടത്തുന്ന കായികമേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് കൺവീനർ. ഇനി പ്രവർത്തനം 5 അനുഭവക്കുറിപ്പ്. ഉണ്ണിക്കണ്ണനോട് മുത്തശ്ശി പറഞ്ഞു കൊടുത്ത സ്നേഹത്തെ പറ്റിയുള്ള കഥ നിങ്ങൾക്കറിയാമല്ലോ. ഇത്തരത്തിലുള്ള സ്നേഹാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടില്ലേ? അവ ഒരു കുറിപ്പായി രേഖപ്പെടുത്തുക. അപ്പോൾ മക്കൾ ഇവിടെ അമ്മയോ മുത്തശ്ശിയോ ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ള സ്നേഹത്തിൻ്റെ പണ്ട് കാലത്തുള്ള ഒരു സ്നേഹത്തിൻ്റെ എഴുതിയാലും മതി. അല്ല നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടിയ സ്നേഹവുമായിട്ട് സ്നേഹാനുഭവങ്ങളുള്ള ഒരു കഥ നിങ്ങൾ ചെറിയൊരു പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതുക കേട്ടോ. ഇനി പ്രവർത്തനം 6 കഥാരചനയാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് നിങ്ങളുടെ ഭാവനയിൽ ഒരു കഥ തയ്യാറാക്കുക. അപ്പോൾ ഈ ഒരു ചിത്രം തന്നെ ആയിരിക്കണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഒരു ചിത്രം തന്നിട്ട് അതിൽ നോക്കിയിട്ട് കഥ എഴുതാനുണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്താ, ഒരു ഭൂമി ദേവതയുടെ ചിത്രത്തെ തന്നിട്ടുണ്ട്, പിന്നെ കുറേ ജീവജാലങ്ങളുടെ ചിത്രങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ ഭൂമിയുമായി ബന്ധപ്പെട്ട ഇനി ഭൂമി ദേവത ഇവരെയൊക്കെ സംരക്ഷിക്കുന്നതായിട്ടോ അങ്ങനെയൊക്കെയുള്ള കഥകൾ നിങ്ങൾ വിപുലീകരിച്ച് എഴുതുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.